മറ്റൊരു യാത്രയിലാണ് ഇന്ന് നാം. കുടക് മൈസൂർ ഭാഗത്തേക്കാണ് യാത്ര. കുഴിമണ്ണ ഗവൺമെൻറ് ഹൈസ്കൂളിലെ SLC 80 ബാച്ചിലുള്ളവരാണ് മിക്കവരും. ഞങ്ങളും അവരോടൊപ്പം കൂടുകയാണ്. നമ്മുടെ ഇറ്റിനറി നോക്കുക. നമ്മുടെ കൂടെയുള്ള സലാം ടൂർസിൻ്റെ ആഭിമുഖ്യത്തിലാണ് യാത്ര. കുടുംബസമേതമാണ് യാത്ര. മൈസൂരിൽ വൃന്ദാവനം, സെൻറ്റ് ഫിലോമിന ചർച്ച്, മൈസൂർ പാലസ്, മൈസൂരിലെ മൃഗശാല, ടിപ്പു സുൽത്താൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, ചാമുണ്ഡി ക്ഷേത്രം, കുടകിൽ ബുദ്ധസന്യാസിമാരുടെ ഗോൾഡൻ ടെമ്പിൾ, നിസർഗധാമ മുളങ്കാട് എന്നിവയാണ് പ്രധാന സന്ദർശന കേന്ദ്രങ്ങൾ. ആദ്യമായി നാം എത്തുന്നത് മൈസൂർ പാലസിലേക്കാണ്. മറ്റുള്ളവ വിവിധ എപ്പിസോഡുകളിലായി തുടർന്ന് കാണാം. എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി നമുക്ക് കീഴ്ശ്ശേരി, കുടക്, മൈസൂർ ഇവ തമ്മിലുള്ള ദൂരവും സമയവും ഒക്കെ നോക്കാം. നടുവിലെ മാപ്പിൽ നോക്കുക. കീഴ്ശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്ക് 189 കിലോമീറ്റർ എന്ന് കാണാം. 4 മണിക്കൂർ 47 മിനിറ്റ് നേരത്തെ യാത്ര. എന്നാൽ രാത്രി ആയതുകൊണ്ട് കടത്ത് വിടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ മാപ്പിൽ കൊടുത്ത കുട്ട വഴി, ഗോണിക്കൂപ്പ വഴി കുടക് പ്രദേശത്തിലൂടെയാണ് മൈസൂരിലേക്ക് പോകുന്നത്. ദൂരം 249 കിലോമീറ്റർ, സമയം 6 മണിക്കൂർ 15 മിനിറ്റ് നേരത്തെ യാത്ര. തിരിച്ചു നാം വീണ്ടും കുടകിലെ കുശാൽ നഗറിലെത്തുമ്പോൾ മൊത്തം സഞ്ചരിച്ച ദൂരം 337 കിലോമീറ്റർ എന്ന് കാണാം. പുതിയ മാപ്പിൽ നോക്കുക. മൈസൂരിൽ നിന്ന് കുശാൽ നഗറിലേക്കുള്ള ദൂരം 89 കിലോമീറ്റർ, 1 മണിക്കൂർ 57 മിനിറ്റ് നേരത്തെ യാത്ര. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ കുടകിലെ കുശാൽ നഗറിൽ നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള ദൂരമാണ് നമ്മളിപ്പോൾ നടുവിലെ മാപ്പിൽ കാണുന്നത്. 204 കിലോമീറ്റർ, 5 മണിക്കൂർ 14 മിനിറ്റ് നേരത്തെ യാത്ര. നമ്മുടെ യാത്ര ഇതാ ആരംഭിക്കുകയാണ് മൈസൂരിലേക്ക്. നിങ്ങളെ പേരെന്തായിരുന്നു? കുട്ടൻ. സ്ഥലം പുളിക്കലിനെ? കൂടാതെ നമ്മുടെ കൂടെ സഹായിയായി അപ്പുവുമുണ്ട്. നമ്മുടെ 29 പേരടങ്ങുന്ന യാത്രാ സംഘമാണ് ഇത്. ടൂർ സംഘടനയായ സലാമിൻ്റെ വാക്കുകളിൽ നിന്ന്. ടൂറിൽ പാർട്ടിസിപ്പൻസിൻ്റെ പേര് അടിയിലൂടെ സ്ക്രോൾ ചെയ്യുന്നതായി കാണാം. ടൂർ അംഗങ്ങളെല്ലാം വളരെ ആവേശത്തിലാണ്. എല്ലാവരും അവരുടെ സീറ്റ് ഇതാ ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ വാഹനമിത സംഘത്തെയും വഹിച്ചുകൊണ്ട് യാത്രയാവുകയാണ്. ആദ്യം പോകുന്നത് മൈസൂരിലേക്കാണ്. മൈസൂരിലേക്ക് രാത്രിയായതുകൊണ്ട് നമ്മൾ കുടകിനടുത്തുകൂടി തന്നെയാണ് പോകുന്നത്. കുറച്ച് ദൂരം കൂടും. രാത്രി നേരിട്ടുള്ള റൂട്ടിലൂടെ യാത്ര അനുവദിക്കുന്നതില്ല എന്നതാണ് ഇതിന് കാരണം. 2-3 ന്യൂജൻ പ്രതിനിധികളും നമ്മുടെ കൂടെ ഈ യാത്രയിലുണ്ട്. 10 മണിയോടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട നാം ഇവിടെ എത്തുന്നത് ഒരു 4:30 മണിയോടെയാണ്. ഇതിനിടയിൽ ഭക്ഷണം, അതുപോലെ പ്രാഥമിക കർമ്മങ്ങൾ എന്നിവയ്ക്കായി പലപ്പോഴും പല സ്ഥലത്തും നിർത്തിയാണ് പോകുന്നത്. ഇവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി നമുക്ക് ആദ്യമായി സന്ദർശിക്കാനുള്ള സ്ഥലം മൈസൂർ കൊട്ടാരമാണ്. അതിന് ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവരും. വണ്ടി ഇതാ പുറപ്പെടാനുള്ള സമയമായി. മൈസൂർ പാലസിൻ്റെ മുന്നിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ചിലർ, മറ്റുള്ളവർ ഫോട്ടോയിൽ മുഴുകിയിരിക്കുന്നു. നമ്മൾ ഇതാ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ചെരുപ്പിലൂടെ അഴിച്ചു വെക്കേണ്ടതുണ്ട്. കർണാടക സംസ്ഥാനത്തിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. അംബാവിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു. മൈസൂർ ഭരിച്ചിരുന്ന വാഡയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. നമ്മളിതാ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കൊട്ടാരത്തിൻ്റെ തൂണുകളിലും ചുമരുകളിലും മച്ചുകളിലുമുള്ള ചിത്രപ്പണികളും കൊത്തുപണികളും അലങ്കാരങ്ങളും പെയിൻറ്റിങ്ങുകളും നോക്കുക. വളരെ കമനീയമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ഈ കൊട്ടാരം. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. മൈസൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതാണ്. വാഡിയാർ രാജാക്കന്മാരുടെ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് പിൽക്കാലത്ത് പല പ്രാവശ്യം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി. നോക്കുക, വളരെയധികം തിരക്കാണ് ഇവിടെ. സന്ദർശകർ ധാരാളം എത്തിയിട്ടുണ്ട്. നാം ഇന്ന് കാണുന്ന ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം
1897 ആരംഭിക്കുന്നത്. 1918 ഇതിൻ്റെ പണി പൂർത്തിയായി. 1940കളിൽ ഈ കൊട്ടാരം വീണ്ടും വിസ്തൃതമാക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൊട്ടാരത്തിനകത്ത് ചിത്രീകരണം അനുവദിച്ചിട്ടില്ല. ഇന്ത്യൻ സഞ്ചാരികളിൽ നിന്ന് 120 രൂപയും വിദേശ സഞ്ചാരികളിൽ നിന്ന് 1000 രൂപയുമാണ് ചിത്രീകരണത്തിനായി ഈടാക്കുന്നത്. കൊട്ടാരത്തിനകത്ത് പാദരക്ഷകളും അനുവദിച്ചിട്ടില്ല. ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുവിദ്യ ശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത്. ഹിന്ദു, രജപുത്, ഗോത്തിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണിത്. ചുമരുകളിലും സീലിങ്ങുകളിലും തൂണുകളിലും കാണുന്ന കൊത്തുപണികളും അലങ്കാരങ്ങളും പെയിൻറ്റിങ്ങുകളും ശ്രദ്ധിക്കുക. വളരെ വ്യത്യസ്തമായൊരു ശൈലി തന്നെയാണിത്. മാർബിളിൽ തീർത്ത അർദ്ധകുംഭങ്ങളോടുകൂടിയ 3 നില മന്ദിരമാണ് ഈ കൊട്ടാരം. വലിയൊരു ഉദ്യാനത്താൽ കൊട്ടാരം ചുറ്റപ്പെട്ടിരിക്കുന്നു. ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കൊട്ടാര സമുച്ചയത്തിൻ്റെ വാസ്തുശില്പി. കൊട്ടാരത്തിൻ്റെ ചിത്രപ്പണികൾ രവിവർമ്മയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. ഇവിടുത്തെ കുക്കായിരുന്ന കാക്കസൂര മാടപ്പയാണ് മൈസൂർ പാക്ക് എന്ന പലഹാരം ആവിഷ്കരിച്ചത്. മൈസൂർ കൊട്ടാര സമുച്ചയത്തിനകത്ത് ആകെ 12 ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പഴക്കമേറിയത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഏറ്റവും പുതിയത് 1988 നിർമ്മിച്ചതും. സോമേശ്വര ശിവക്ഷേത്രം, ലക്ഷ്മി നാരായണ ക്ഷേത്രം, ശ്വേതവരാഹസ്വാമി ക്ഷേത്രം എന്നിവയാണ് ഇതിൽ പ്രധാനമായ 3 കൊട്ടാരത്തിലെ സൈനികരുടെ ഛായാചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൊട്ടാരത്തിൻ്റെ മുകളിലെ 2 നിലകളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ലെന്ന് തോന്നുന്നു. പണ്ട് ഇവിടേക്ക് പോയി കണ്ടിരുന്നതാണ്. വിശാലമായ 3 നിലകളുള്ള ചാരനിറത്തിലുള്ള ഗ്രാനൈറ്റ് ഇൻഡോ സാർസനിക് കെട്ടിടം 5 നിലകളുള്ള ഒരു ഗോപുരം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. മൈസൂർ നഗരം കൊട്ടാരങ്ങളുടെ നഗരമാണ്. എന്നാൽ മൈസൂർ കൊട്ടാരം എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ കൊട്ടാരം ഇതുമാത്രമാണ്. മൈസൂരിലെ ഓടയാർ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ കാലഘട്ടവും പേരുമൊക്കെ നോക്കുക. 1399 മൈസൂരിലെ ഒരു കൊട്ടാരത്തിൽ ആദ്യമായി താമസിച്ചിരുന്ന കാലം മുതൽ വാഡറിയാർ രാജവംശം ഈ പ്രദേശം ഭരിച്ചു. 1799 ഈ നഗരം രാജ്യത്തിൻ്റെ തലസ്ഥാനമായി. 1803 പുതിയ ഒരു തടിഘടന നിർമ്മിച്ചു. എന്നിരുന്നാലും 1897 വിവാഹാഘോഷങ്ങൾക്കിടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഈ കൊട്ടാരം കത്തിനശിച്ചു. അന്നത്തെ രാജ്ഞി റീജന്റ് ബ്രിട്ടീഷ് ഇന്ത്യ വാസ്തുശില്പിയായ ഹെൻറി ഇർവിനെ ഒരു പുതിയ കൊട്ടാരം രൂപകൽപ്പന ചെയ്യാൻ നിയോഗിച്ചു. ഇപ്പോഴത്തെ കൊട്ടാരത്തിൻ്റെ പണി 1912 പൂർത്തിയായി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കൊട്ടാരം സംസ്ഥാന ഉടമസ്ഥതയിലായി. എന്നിരുന്നാലും ഒരു ഭാഗം മുൻ മഹാരാജാക്കന്മാരുടെ പിൻഗാമികൾക്ക് കൈമാറി. മൈസൂർ കൊട്ടാരം ഇപ്പോൾ ഒരു മ്യൂസിയവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. അലങ്കരിച്ച നിരവധി മുറികളും സ്തംഭങ്ങളും ദർബാർ ഹാളുകളും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. എല്ലാ വർഷവും ദസറ ഉത്സവം ഈ കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെടുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിലെ പ്രശസ്തമായ പട്ടണമാണ് മൈസൂർ. ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടം. കർണാടകയിലെ ഏറ്റവും വലിയ 3ാമത്തെ നഗരമാണ് മൈസൂർ. ഇത് കർണാടക സംസ്ഥാനത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 3ാമത്തെ നഗരം കൂടിയാണ്. ബാംഗ്ലൂരിന് തെക്ക് പടിഞ്ഞാറ് 146 കിലോമീറ്റർ ചുറ്റുണ്ടി മലയുടെ താഴ്വാരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആനപ്പടയും കുതിരപ്പടയും നോക്കുക. 182 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. 2014 സെൻസസ് അനുസരിച്ച് 10,14,227 ജനസംഖ്യ. ദർബാർ ഹാളാണ് ഈ കാണുന്നത്. 1399 മുതൽ 1956 വരെ ഭരിച്ച മൈസൂർ വടയാർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു. മൈസൂർ രാജാക്കന്മാരുടെ
സിംഹാസനങ്ങളും ഇരിപ്പിടങ്ങളുമൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കാണുക. മൈസൂർ കൊട്ടാരം, മൈസൂർ പൈതൃക കെട്ടിടങ്ങൾ, ചാമുണ്ഡി ഹിൽ മുതലായവ ദസറ സമയത്ത് ഇവിടേക്ക് ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഈ മച്ചിലെ പ്രാചീന ക്ലാസിക്കൽ ചിത്രപ്പണികൾ നോക്കുക. മൈസൂർ പാക്ക്, മൈസൂർ മസാല ദോശ, മൈസൂർ സാൻഡൽ സോപ്പ്, മൈസൂർ ഇങ്ക്, മൈസൂർ പീറ്റ്, മൈസൂർ സിൽക്ക് തുണികൾ എന്നിവ പ്രധാനപ്പെട്ട ചില പരമ്പരാഗത വ്യവസായങ്ങളും വാണിജ്യ ഉൽപ്പന്നങ്ങളുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റേഡിയോ സ്റ്റേഷനും മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനവുമാണ് മൈസൂർ. നിരവധി ശാസ്ത്രജ്ഞരുടെയും എഴുത്തുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും നടന്മാരുടെയും ഗായകരുടെയും കളിക്കാരുടെയും കളിത്തൊട്ടിൽ കൂടിയാണ് ഈ യൂണിവേഴ്സിറ്റി. മൈസൂർ പാലസിന് പ്രധാനമായും 4 പ്രവേശന കവാടങ്ങളാണുള്ളത്. കിഴക്ക് ഭാഗത്ത് ജെ മാർത്താണ്ഡ എന്നും, വടക്ക് ഭാഗത്ത് ജെ രാമ എന്നും, തെക്ക് ഭാഗത്ത് ബാലരാമ എന്നും, പടിഞ്ഞാറ് ഭാഗത്ത് വരാഹ എന്നും ആണ് ഈ ഗേറ്റുകൾ അറിയപ്പെടുന്നത്. താജ്മഹലിന് ശേഷം ഇന്ത്യയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഇത്. എല്ലാ സഞ്ചാരികളെയും ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരിടം കൂടിയാണിത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെ എല്ലാ ദിവസവും സന്ദർശകർക്കായി തുറക്കപ്പെടുന്നു. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 100 രൂപ, 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ളവർക്ക് 50 രൂപ വീതമാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഇടം നോക്കുക. കമനീയമായ ഇടനാഴികളും വിശാലമായ അങ്കണത്തിലേക്ക് തുറക്കുന്ന വലിയൊരു പൂമുഖവും ഇവിടെ കാണാം. വർണ്ണാഭമായ അനേകം പില്ലറുകൾ കൊണ്ട് അലങ്കൃതമാണ് ഈ ഇടം. മൈസൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന 7 കൊട്ടാരങ്ങളിൽ ഈ രാജകീയ മന്ദിരമാണ് ഏറ്റവും മനോഹരം. ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ നിരവധി കഥകൾ പറയുന്ന നിരവധി നൂറ്റാണ്ടുകളായി നിർമ്മാണവും പുനരുദ്ധാരണവും കൊണ്ട് മൈസൂർ നഗരത്തിന് രസകരമായൊരു ചരിത്രമുണ്ട്. ക്രിസ്ത്യൻ ഇറ 1574 ചാമരാജ വാഡയാർ 4-മൻ ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ഈ ഒരു ഓപ്പൺ സ്പേസിലെ വാളിലെയും റൂഫിലെയും ഒക്കെ ചിത്രങ്ങളും കലാരൂപങ്ങളൊക്കെ നോക്കുക. എന്തൊരു പെർഫെക്ഷനോട് കൂടിയാണ് ഇവ ചെയ്തിരിക്കുന്നത്. ശ്രീമൻ മഹാരാജാവിൻ്റെ കാലത്ത് കൊട്ടാരം ഇടിമിന്നലിൽ നശിക്കപ്പെടുകയും കാന്തിരവ നരസരാജ ബോഡയാർ പുനർനിർമ്മിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മൈസൂർ ഒരു സ്വതന്ത്ര സംസ്ഥാനമായി മാറുക മാത്രമല്ല, ആധുനിക ലിബറൽ സംസ്കാരവുമായ സമൂഹമുള്ള ഏറ്റവും വലുതും വ്യാവസായികവൽക്കരിക്കപ്പെട്ടതുമായ ഒന്നാകുകയും കൂടിയായിരുന്നു. 1797 ടിപ്പു സുൽത്താൻ കൊട്ടാരം പുനർനിർമ്മിച്ചപ്പോൾ പല സങ്കീർണതകളും ഉടലെടുത്തു. തൻ്റെ പുതിയ തലസ്ഥാനമായ നസറാബാദിന് ഇടം നൽകുന്നതിനായി അദ്ദേഹം കൊട്ടാരത്തിൻ്റെ ചില ഭാഗങ്ങൾ പൊളിക്കുകയുണ്ടായി. എന്നാൽ സമുച്ചയത്തിലെ ക്ഷേത്രങ്ങൾ സ്പർശിക്കപ്പെടാതെ തന്നെ കിടന്നു. പുതിയ ഘടനകൾ നിർമ്മിക്കപ്പെട്ടു. മൈസൂർ കൊട്ടാരം നസറാബാദ് നഗരമായി മാറി. എന്നാൽ ഇതും അധികകാലം നീണ്ടു നിന്നില്ല. മനോഹരമായ ചിത്രങ്ങൾ എന്നിവ കാണാൻ ഒരു കാഴ്ച തന്നെയായിരുന്നു. ആയിരക്കണക്കിന് സന്ദർശകരെ പതിവായി ആകർഷിക്കുന്ന ഒരു മ്യൂസിയവും ഇതിൻ്റെ പരിസരത്തുണ്ട്. ടിപ്പു സുൽത്താൻ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാൾ മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളും വെള്ളിവാതിലുകൾ, രത്നങ്ങൾ പതിച്ച രാജകീയ സിംഹാസനം, 84 കിലോഗ്രാം സ്വർണം കൊണ്ട് അലങ്കരിച്ച ഒരു മരയാനയുടെ ഹൗഡ, രാജകീയ വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, ചെക്കോസ്ലോവാക്യയിൽ നിന്നുള്ള നിരവധി പീരങ്കികൾ, ഷാൻലിയറുകൾ എന്നിവയും മറ്റ് ആകർഷണങ്ങളിൽപ്പെടുന്നു. പ്രവേശന കവാടത്തിലെ പാവകളുടെ പവലിയനിൽ 19-ാം നൂറ്റാണ്ടിൻ്റെയും 20-ാം നൂറ്റാണ്ടിൻ്റെയും ആരംഭത്തിൽ നിന്നുള്ള വിപുലമായൊരു ശേഖരമുണ്ട്. മൈസൂർ കൊട്ടാരത്തിൻ്റെ മനോഹര കാഴ്ചകളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പടിയിറങ്ങുകയാണ്. അടുത്തൊരു സന്ദർശന സ്ഥലത്തേക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു.
ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.